1985 മുതൽ 99 വരെയുള്ള 15 വർഷങ്ങളിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങൾ ഓരോ വർഷത്തെയും ഏറ്റവും മികച്ച വിജയം നേടിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. മലയാളത്തിന്റെ മെഗാതാരം എന്ന പദവിയിലെത്തിയത് തന്നെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ വർഷം തോറും കേരളീയർക്ക് സമ്മാനിച്ചാണ്. എന്നാൽ ഓരോ വർഷവും ഏറ്റവും മികച്ച മമ്മൂട്ടി ചിത്രം എന്നുള്ളതിന്റെ പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച വൻ വിജയം കൊയ്ത ചിത്രങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 1985 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റാണ് സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ എത്തിയ യാത്ര. തമിഴിലെ പ്രശസ്ത സംവിധായകനായ ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത ഈ ട്രാജിക് ലവ് സ്റ്റോറി കുടുംബ പ്രേക്ഷകർക്കിടയിൽ വമ്പൻ വിജയമായിരുന്നു 85 നേടിയിരുന്നത്. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ല മലയാള ചിത്രം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 100 ദിവസത്തിനു മുകളിൽ കംപ്ലീറ്റ് ചെയ്ത ചിത്രം കൂടിയായിരുന്നു യാത്ര. ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും ശോഭനയും കെമിസ്ട്രി നന്നായി വർക്കൗട്ട് ചെയ്തു. ചിത്രത്തിന്റെ വിജയത്തിന് ഇത് നിർണായക പങ്ക് വഹിച്ചു. ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന് ഏറെ ജനപ്രീതി നേടാനായി. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ തന്നെ മികച്ച ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം പ്രക്കാട്ട് ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. 1986 ഏറ്റവും മികച്ച വിജയം നേടിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ആവനാഴി. ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ എത്തിയ ഈ ചിത്രം IV ശശിയാണ് സംവിധാനം ചെയ്തത്. അക്കാലത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ആക്ഷൻ ത്രില്ലർ എന്ന ചിത്രം ഈ ചിത്രം നേടിയെടുത്തു. മമ്മൂട്ടി അവതരിപ്പിച്ച ഇൻസ്പെക്ടർ ബൽറാം എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി. P. ദാമോദരൻ തിരക്കഥ ഒരുക്കിയ ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 100 ദിവസത്തിനു മുകളിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ക്യാപ്റ്റൻ രാജു നായകനൊത്ത വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ഗീതയും സീമയുമായിരുന്നു നായികമാരായി വേഷമിട്ടത്. മമ്മൂട്ടി ചൂടൻ പോലീസ് ഓഫീസറായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ചിത്രം സാജ് പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. 87 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു ന്യൂഡൽഹി. 87 ജൂലൈ 24 തിയേറ്ററുകളിൽ എത്തിയ ഈ ജോഷി ചിത്രം തുടർ പരാജയങ്ങളുമായി നിന്ന മമ്മൂട്ടിക്ക് വൻ ബ്രേക്ക് ആയിരുന്നു സമ്മാനിച്ചത്. മമ്മൂട്ടി G. കൃഷ്ണമൂർത്തി എന്ന ന്യൂഡൽഹി ടൈംസ് പത്രാധിപരായി വേഷമിട്ട ഈ ചിത്രം അക്കാലത്തിറങ്ങിയ മികച്ച ക്രൈം ത്രില്ലർ റിവെഞ്ച് ചിത്രമായിരുന്നു. ഡെന്നിസ് ജോസഫിന്റെ തകർപ്പൻ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം സമാനതകൾ ഇല്ലാത്ത വിജയമാണ് 87 നേടിയിരുന്നത്. സുരേഷ് ഗോപി, സുമലത, ഉർവശി, ത്യാഗരാജൻ എന്നിവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം ജൂബിലി പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചത്. 1988 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഫെബ്രുവരി 18 തിയേറ്ററുകളിൽ എത്തിയ ഒരു CBI ഡയറി കുറിപ്പ്. K. മധു സംവിധാനം ചെയ്ത ഈ മുഴുനീള സസ്പെൻസ് ത്രില്ലർ ചിത്രം മലയാളികൾക്ക് ഏറെ പുതുമ സമ്മാനിച്ചതുവഴി ഗംഭീര വിജയമായിരുന്നു അക്കാലത്ത് നേടിയത്. മമ്മൂട്ടി സേതുരാമയ്യർ എന്ന CBI ഓഫീസറായി ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം SN സ്വാമിയാണ് നിർവഹിച്ചത്. അന്നേവരെ ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച സസ്പെൻസ് ത്രില്ലറായി മാറിയ CBI ഡയറി കുറിപ്പ് വമ്പൻ വിജയമായിരുന്നു തിയേറ്ററുകളിൽ നേടിയത്. സുരേഷ് ഗോപി, ജഗതി, മുകേഷ്, ഉർവശി, സുകുമാരൻ തുടങ്ങിയ പ്രമുഖ വേഷങ്ങളിൽ എത്തിയ ഈ ചിത്രം സുനിത പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചത്. 1989 ഏറ്റവും മികച്ച വിജയം നേടിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഏപ്രിൽ 14 വിഷുവിന് തിയേറ്ററിൽ എത്തിയ ഒരു വടക്കൻ വീരഗാഥ. വടക്കൻ പാട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് MT വാസുദേവൻ നായരായിരുന്നു രചന നിർവഹിച്ചത്. മമ്മൂട്ടി ചന്തു എന്ന എവർഗ്രീൻ ഐക്കോണിക് കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയിൽ ഗംഭീര വിജയമായിരുന്നു 89 നേടിയത്. മമ്മൂട്ടിക്ക് 89 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ ഒരു വടക്കൻ വീരഗാഥയിൽ സുരേഷ് ഗോപി, മാധവി, ക്യാപ്റ്റൻ രാജു തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോംബെ രവി സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചത്. 1990 ഏറ്റവും മികച്ച വിജയം നേടിയ മമ്മൂട്ടി ചിത്രമായിരുന്നു മാർച്ച് 15 തിയേറ്ററുകളിൽ എത്തിയ
കോട്ടയം കുഞ്ഞച്ചൻ. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത ഈ കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ മമ്മൂട്ടി കോട്ടയം അച്ചായനായി കുഞ്ഞച്ചനായി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു തികഞ്ഞ എന്റർടൈനർ എന്ന പേര് നേടിയ കോട്ടയം കുഞ്ഞച്ചൻ അക്കാലത്ത് സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു കൈവരിച്ചത്. ഡെന്നിസ് ജോസഫ് തിരക്കഥ ഒരുക്കിയ ചിത്രത്തിൽ രഞ്ജിനിയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം കംപ്ലീറ്റ് ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ സുനിത പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചത്. 1991 ഏറ്റവും മികച്ച വിജയം നേടിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഫെബ്രുവരി 1 തിയേറ്ററിൽ എത്തിയ അമരം. കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച അച്ചൂട്ടി എന്ന കഥാപാത്രത്തിന്റെ ഗംഭീര അഭിനയ പ്രകടനം കൊണ്ടുതന്നെ മികച്ചതായിരുന്നു. കലാമൂല്യവും ജനപ്രീതിയും ഒരേപോലെ നേടിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ വമ്പൻ വിജയമായിരുന്നു നേടിയത്. മുരളിയും മികച്ച കഥാപാത്രം അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയത് AK ലോഹിതദാസ് ആണ്. പ്രമുഖ കേന്ദ്രങ്ങളിൽ 180 ദിവസത്തോടനുബന്ധിച്ച് പ്രവർത്തിച്ച ഈ ചിത്രത്തിൽ അശോകൻ, മാധു, ചിത്ര, KPAC ലളിത തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. സിംഫണി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. 1992 ഏറ്റവും വലിയ വിജയം നേടിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 4 തിയേറ്ററിൽ എത്തിയ പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഫാസിലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം കുടുംബ പ്രേക്ഷകരായിരുന്നു ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത്. അതുപോലെ തന്നെ 92 ഏറ്റവും മികച്ച വിജയം കൈവരിച്ച ഈ ചിത്രം ഗംഭീര കളക്ഷൻ, ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ചിത്രമായി മാറി. പ്രമുഖ കേന്ദ്രങ്ങളിൽ 180 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്ത പപ്പയുടെ അപ്പൂസ് ഇളയരാജയുടെ മാസ്മരിക സംഗീതത്തിലൊരുങ്ങിയ മനോഹര ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. സുരേഷ് ഗോപിയും പ്രധാനപ്പെട്ട വേഷം ചെയ്ത ഈ ചിത്രത്തിൽ മാസ്റ്റർ ബാദുഷയായിരുന്നു അപ്പൂസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഖായിസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചിത്രത്തിൽ ശോഭന അതിഥി താരമായി വേഷമിട്ടു. 1993 ഏറ്റവും മികച്ച വിജയം നേടിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഏപ്രിൽ 11 തിയേറ്ററിൽ എത്തിയ വാത്സല്യം. കൊച്ചിൻ ഖനീഫ സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മേലേടത്ത് രാഘവൻ എന്ന കഥാപാത്രം താരത്തിന്റെ തന്നെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി മാറി. തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ കുടുംബ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ വമ്പൻ വിജയമായി മാറി. A ക്ലാസ് സെന്ററുകളെ കൂടാതെ BC സെന്ററുകളും വമ്പൻ വിജയം കൈവരിച്ച ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് AK ലോഹിതദാസ് ആണ്. സിദ്ദിഖ്, കവിയൂർ പൊന്നമ്മ, സുനിത, ഗീത എന്നിവർ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം അമ്മാസിന്റെ ബാനറിൽ മൂവി ബഷീർ ആയിരുന്നു നിർമ്മിച്ചത്. 94 മമ്മൂട്ടിക്ക് വമ്പൻ വിജയങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും തമ്മിൽ ഭേദം എന്ന നിലയിൽ ഏറ്റവും വലിയ വിജയം നേടിയ സെപ്റ്റംബർ 16 തിയേറ്ററിൽ എത്തിയ സിനിമയാണ് സൈന്യം. ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററിൽ എത്തിയ ഈ ജോഷി ചിത്രത്തിൽ മമ്മൂട്ടി ഒരു എയർഫോഴ്സ് അക്കാദമി ഓഫീസറായിട്ടായിരുന്നു വേഷമിട്ടത്. വമ്പൻ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഗംഭീര ഇനിഷ്യൽ നേടിയെങ്കിലും തുടർന്നങ്ങോട്ടുള്ള വാരങ്ങളിൽ അത് നിലനിർത്താൻ സാധിച്ചില്ല. എന്നിരുന്നാലും സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു സൈന്യം. SN സ്വാമിയുടെ തിരക്കഥയിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിൽ മുകേഷ്, സുകുമാരൻ, ദിലീപ്, വിക്രം, പ്രിയതമൻ, മോഹിനി തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. എവർഷൈൻ ആൻഡ് അംബു ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം സംഗീത സംവിധാനം SP വെങ്കിടേഷ് ആണ് നിർവഹിച്ചത്. 95 മമ്മൂട്ടിയുടെ വൻ വിജയ ചിത്രമായിരുന്നു ദ കിങ്. നവംബർ 11 തിയേറ്ററിൽ എത്തിയ ഈ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ചിത്രം പ്രദർശനശാലകളെ പ്രകമ്പനം കൊള്ളിച്ച ഗംഭീര വിജയമായിരുന്നു അക്കാലത്ത് നേടിയത്. മമ്മൂട്ടി തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് എന്ന എവർഗ്രീൻ ഐക്കോണിക് ക്യാരക്ടറിന്റെ കഥാപാത്രമായി അരങ്ങത്ത് തകർത്ത ഈ ചിത്രം മികച്ച കളക്ഷനായിരുന്നു റിലീസ് ചെയ്ത ഒട്ടുമിക്ക സെന്ററുകളിലും അക്കാലത്ത് നേടിയത്. മുരളി പ്രതിനായക വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം BC സെന്ററുകളിലും ഗംഭീര വിജയമായിരുന്നു നേടിയത്. 95 ഏറ്റവും മികച്ച കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ദ കിങ് ഇൻഡസ്ട്രി ഹിറ്റാകാതെ പോയതിന്റെ കാരണം പത്രപരസ്യങ്ങളുടെ അക്കാലത്തെ നിയന്ത്രണമായിരുന്നു. മാക് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി അതിഥി താരമായി വേഷമിട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
96-ലെ ഏറ്റവും മികച്ച വിജയം നേടിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഏപ്രിൽ 12-ന് തിയേറ്ററിൽ എത്തിയ ഹിറ്റ്ലർ. സൂപ്പർ ഹിറ്റ് സംവിധാന ജോഡികളായ സിദ്ദിഖ് ലാൽ ആദ്യമായി വഴിപിരിഞ്ഞ് സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം കോമഡി, ഫാമിലി, സെന്റിമെന്റ്സ് കാറ്റഗറിയിൽ ഉള്ള ചിത്രമായിരുന്നു. മമ്മൂട്ടി ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന അവിസ്മരണീയമായ കഥാപാത്രമായി അരങ്ങ് തകർത്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ വിഷു സീസണിന്റെയും മധ്യവേനൽ അവധിയുടെയും അഡ്വാൻറ്റേജിൽ ഗംഭീര വിജയം കരസ്ഥമാക്കി. അതുവരെ ഉണ്ടായിരുന്ന സകല തിയേറ്റർ റെക്കോർഡുകളും നിഷ്പ്രഭമാക്കി മികച്ച വിജയം നേടി ഇൻഡസ്ട്രി ഹിറ്റ് ടാഗ് നേടിയ ചിത്രം കൂടിയായിരുന്നു ഇത്. മുകേഷ്, ജഗദീഷ്, ശോഭന, വാണി വിശ്വനാഥ്, സുചിത്ര, ചിപ്പി, ഇളവരശി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 180 ദിവസങ്ങളോടനുബന്ധിച്ച് പ്രവർത്തിപ്പിച്ച ചിത്രം കൂടിയായിരുന്നു. ലാൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സംവിധായകൻ ലാൽ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് SP വെങ്കിടേഷ് ആയിരുന്നു. 1997-ൽ മമ്മൂട്ടിക്ക് മെഗാ വിജയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും റിലീസായ 3 ചിത്രങ്ങളിൽ തമ്മിൽ ഭേദമെന്ന് പറയാൻ സാധിക്കുന്നത് കളിയൂഞ്ഞാലായിരുന്നു. 97 സെപ്റ്റംബർ 12-ന് ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിൽ എത്തിയ ഈ ചിത്രം അനിൽ ബാബു ആയിരുന്നു സംവിധാനം ചെയ്തത്. മലയാളികളുടെ പ്രിയങ്കരിയായ ബേബി ശാലിനി നായികയായതിനു ശേഷം മമ്മൂട്ടിയുടെ അനുജത്തി വേഷം കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ള പ്രത്യേകത കൊണ്ടാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയ കളിയൂഞ്ഞാൽ എന്നാൽ ഹൈപ്പിനൊത്ത് വമ്പൻ വിജയം നേടിയില്ല. ശോഭനയും ദിലീപും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ഫാമിലി ഡ്രാമ ചിത്രം മികച്ച ഇനിഷ്യൽ നേടിയെങ്കിലും സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസേ നേടാൻ കഴിഞ്ഞുള്ളൂ. കോക്കസ് ഫിലിം നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഇളയരാജയായിരുന്നു നിർവഹിച്ചത്. 1998-ലെ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 8-ന് തിയേറ്ററുകളിൽ എത്തിയ ഒരു മറവത്തൂർ കനവ്. ലാൽ ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം വളരെ ചെറിയ ഹൈപ്പിലിറങ്ങി വമ്പൻ വിജയം കോർത്ത മമ്മൂട്ടി ചിത്രമായിരുന്നു. ഒരു കോമഡി, ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു മറവത്തൂർ കനവിൽ മമ്മൂട്ടിയുടെ ഗംഭീര അഭിനയമായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ബിജു മേനോൻ, മോഹിനി, ദിവ്യ ഉണ്ണി, ശ്രീനിവാസൻ, നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ ഗംഭീരമായ വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 100 ദിവസത്തിന് മുകളിൽ കംപ്ലീറ്റ് ചെയ്ത ഈ ചിത്രം 98-ലെ തന്നെ മികച്ച പണം വാരിയ ചിത്രങ്ങളിൽ ഒന്നാണ്. കോക്കസ് ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിൽ വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. 1999-ലെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം വർഷമായിരുന്നു. എന്നിരുന്നാലും തമ്മിൽ ഭേദം എന്ന രീതിയിൽ മമ്മൂട്ടിയുടെ 99-ലെ താരതമ്യേന വിജയം നേടിയ ചിത്രം തച്ചിലേടത്ത് ചുണ്ടനാണ്. ഷാജോൺ കാര്യാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയ ചിത്രമായിരുന്നു. ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രത്തിൽ നന്ദിനി, വാണി വിശ്വനാഥ്, നെടുമുടി വേണു, ക്യാപ്റ്റൻ രാജു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ആലപ്പുഴയുടെയും ചുണ്ടൻ വള്ളങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി കൊച്ചുകുഞ്ഞെന്ന കഥാപാത്രമായി തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ബാബു ജനാർദ്ദനൻ രചന നിർവഹിച്ച ഈ ചിത്രം ജൂലിയ പ്രൊഡക്ഷന്റെ ബാനറിൽ തമ്പി കണ്ണന്താനമാണ് നിർമ്മിച്ചത്. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.